ഹായ് ഗായ്സ്, മിജോ FK മാച്ചാൻ മാച്ചാൻ കറി വെച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. മാച്ചാൻ കറി വെക്കാനായിട്ട് 2 സവാള, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില, 2 പുളി വെള്ളത്തിട്ട് വെച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടപ്പ് കത്തിച്ച് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചങ്ങട്. കടുക് പൊട്ടി വന്നപ്പോഴേക്കും 2 തണ്ട് വേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. വേപ്പില മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും സവാള 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത്. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായി, അത് 2ഉം ഇട്ട് കൊടുത്ത്. വെളുത്തുള്ളി 2 അല്ലി അതിലേക്കിട്ട്. ഇഞ്ചി 1 കഷ്ണം, 1 സ്പൂൺ ഉപ്പ് ഇട്ട്, ചെറിയ സ്പൂൺ 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് മൂപ്പിക്കണം. അത് നല്ലോണം വാടി വരണം. നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇടണം. ഇതേപോലെ നല്ലോണം വാടി അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി എരിവുള്ളത്, 1 അര സ്പൂൺ കുരുമുളക് പൊടി, ആ സ്പൂണിൻ്റെ ചെറുത് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലോണം മൂപ്പിക്കണം. അത് നല്ലോണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പുളി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. പുളിവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ മതി, തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അത് ഒഴിച്ച് അത് നല്ലോണം തിളക്കണം. അത് തിളക്കാൻ വേണ്ടി മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം നമുക്കത് തിളച്ചോ നോക്കാം. അപ്പോൾ സംഭവം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലോണം അടിച്ചെടുക്കണം. നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലോണം തിളക്കണം. അത് തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അത് തിളച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിള കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പതയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് അതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം മാച്ചാൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാച്ചാൻ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും ഒന്ന് വേകണം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 സ്പൂൺ ഉപ്പ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ